ഗുഡ് മോർണിംഗ് ഓൾ. ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 16 ചൊവ്വാഴ്ചയാണ്. ആദ്യം US മാർക്കറ്റിലേക്ക്. ഇന്നലെ US-ലെ 3 മാർക്കറ്റുകളും ഇടിയുകയുണ്ടായി. ഡൗ ജോൺസ് തുടർച്ചയായ 6ാമത്തെ ദിവസവും ഇടിഞ്ഞു. US റീറ്റെയിൽ സെയിൽസ് ഡാറ്റയ്ക്ക് ശേഷം US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 4.61%-ലെത്തി. ഡോളർ ഇൻഡെക്സ് 106-ന് മുകളിലായിട്ടാണ് നിൽക്കുന്നത്. ഇന്ത്യൻ ടെക് ADR സ്റ്റോക്കുകൾ 2.5%-ന്റെ നഷ്ടം രേഖപ്പെടുത്തി. ഇനി യുദ്ധത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അത്ര ശുഭകരമായ വാർത്തകളല്ല വരുന്നത്. ഇറാന്റെ എംബസിക്ക് നേരെ ഇസ്രായേൽ ബോംബാക്രമണം നടത്തി. ഏതായാലും ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് തന്നെയാണ് സാധ്യതയുള്ളത്. ഇനി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇന്നത്തെ ടോപ്പ് ന്യൂസായി വരുന്നത് ഇന്ത്യയുടെ മൊത്തവില പണപ്പെരുപ്പം മാർച്ചിൽ 3 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ഹോൾസെയിൽ ഇൻഫ്ലേഷൻ 0.53%-ലാണ് എത്തി നിൽക്കുന്നത്. ഫെബ്രുവരിയിൽ അത് 0.2%-ആയിരുന്നു. മൊത്തവില പണപ്പെരുപ്പത്തിലെ വർധനയ്ക്ക് പ്രധാനമായും കാരണമായത് ഭക്ഷ്യവസ്തുക്കളുടെയും പ്രാഥമിക വസ്തുക്കളുടെയും ഉയർന്ന വിലയാണ്. ഫെബ്രുവരിയിലെ 4.09%-ന്റെ വർധനയെ അപേക്ഷിച്ച് മാർച്ചിൽ ഭക്ഷ്യവസ്തുക്കളുടെ വില 4.65%-ആയി ഉയർന്നു. ഇനി റീറ്റെയിൽ ഇൻഫ്ലേഷനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മൊത്ത പണപ്പെരുപ്പം വർദ്ധിച്ചപ്പോൾ മുഖ്യ റീറ്റെയിൽ പണപ്പെരുപ്പം മാർച്ചിൽ 10 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 4.85%-ആയി കുറഞ്ഞു. റീറ്റെയിൽ പണപ്പെരുപ്പം തുടർച്ചയായ 54 മാസമായി RBIയുടെ ലക്ഷ്യമായ 4%-ന് മുകളിൽ തന്നെയാണ് എന്നത് ഒരാശങ്ക തന്നെയാണ്. അടുത്തത് ഇന്ധന ഊർജ്ജ പണപ്പെരുപ്പത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ WPI അനുസരിച്ച് ഇന്ധന ഊർജ്ജ മേഖലയിലെ പണപ്പെരുപ്പം 2024 ഫെബ്രുവരിയിൽ -1.59%-ൽ നിന്ന് 2024 മാർച്ചിൽ 0.77%-ആയി മെച്ചപ്പെട്ടു. മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പുറത്തുവിട്ട കണക്കനുസരിച്ച് ഇൻഫ്ലേഷൻ 3 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി എന്ന് കാണാം. മറ്റൊരു വാർത്ത ഇന്ത്യയുടെ കാലാവസ്ഥ സംബന്ധിച്ചതാണ്. ഇന്ത്യയിൽ സാധാരണയിൽ കവിഞ്ഞ മൺസൂൺ മഴ ലഭിക്കുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ദീർഘകാല ശരാശരി മഴയുടെ 106%-വും രാജ്യത്തിന് ലഭിക്കുമെന്നാണ് ഈ പ്രവചനം സൂചിപ്പിക്കുന്നത്. ഇത് കർഷകർക്കും നിർണായക ജലസ്രോതസ്സുകൾക്കും പ്രയോജനകരമാണ്. ഏതായാലും നല്ല മഴ ലഭിക്കും എന്ന വാർത്ത ക്രോപ്പ് ഈൽഡ് വർദ്ധിക്കാനുള്ള കാരണമാവും. അതുപോലെ തന്നെ വാട്ടർ അവൈലബിലിറ്റി, ഗ്രൗണ്ട് വാട്ടറിൻ്റെയൊക്കെ അവൈലബിലിറ്റി കൂട്ടാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ റൂറൽ എക്കോണമിയെ കൂടുതലായിട്ട് ഇത് ബൂസ്റ്റ് ചെയ്യും. എന്തായാലും പോസിറ്റീവായി തന്നെ കാണാം ഈ ഒരു വാർത്ത. അടുത്തത് ഇപ്പോൾ പുറത്തു വരുന്നത് ഇറാഖ് ഇസ്രായേൽ സംഘർഷത്തിന്റെ വാർത്തകളാണ്. സിറിയയിലെ ഇറാഖിന്റെ എംബസിക്ക് നേരെ ഇസ്രായേൽ ബോംബാക്രമണം നടത്തുകയും നിരവധി നയതന്ത്രരെയും മുതിർന്ന ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥരും കൊല്ലപ്പെടുകയും ചെയ്തു. ഇസ്രായേലിലെ സൈനിക താവളത്തിൽ ബോംബെറിഞ്ഞ് ഇറാൻ തിരിച്ചടിച്ചു. അപകടം ഒഴിവാക്കാൻ 72 മണിക്കൂർ മുൻപ് US മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഏതായാലും യുദ്ധം ശക്തിപ്പെട്ടു വരിക തന്നെയാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം ഇന്റർഗ്ലോബ് ഏവിയേഷൻ. മാർച്ചിലെ ഏവിയേഷൻ ഡാറ്റ പ്രകാരം ഇൻഡിഗോ മാർക്കറ്റ് ഷെയർ 60.1%-ൽ നിന്ന് 60.5%-ആയി ഉയർന്നു. മന്ത് ഓൺ മന്തിലെ ഡാറ്റ പ്രകാരമാണ്. അടുത്തത് റിലയൻസ് ഇൻഡസ്ട്രീസ്. 4ാം പാദ ഫലങ്ങൾ പരിഗണിക്കുന്നതിനായി ഏപ്രിൽ 22-ന് ബോർഡ് യോഗം ചേരും. മറ്റൊരു കമ്പനി സിപ്ലയാണ്. കമ്പനിയുടെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഉപസ്ഥാപനമായ സിപ്ല ഹെൽത്ത് ഇന്ത്യയുടെ ഐവിയ ബ്യൂട്ടിയിൽ നിന്ന് സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വിതരണ വിപണന വ്യാപാര സ്ഥാപനം വാങ്ങുന്നതിനുള്ള ബിസിനസ് ട്രാൻസ്ഫർ കരാറിൽ ഒപ്പുവെച്ചു. അടുത്തത് ജിയോ ഫിനാൻഷ്യൽ സർവീസസ് ആണ്. ഇന്ത്യയിൽ വെൽത്ത് മാനേജ്മെന്റ്, ബ്രോക്കിംഗ് ബിസിനസ് എന്നിവ സ്ഥാപിക്കുന്നതിനായി 50:50 സംയുക്ത സംരംഭം രൂപീകരിക്കുന്നതിന് ബ്ലാക്ക് റോക്ക് ഇൻക്, ബ്ലാക്ക് റോക്ക് അഡ്വൈസേഴ്സ്, സിംഗപ്പൂർ PTE എന്നിവയുമായി ജിയോ ഫിനാൻഷ്യൽ സർവീസസ് ഒരു കരാറിൽ ഏർപ്പെട്ടു. അടുത്തത് ഗുജറാത്ത് ഗ്യാസ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി ഒരു MOUയിൽ കമ്പനി ഒപ്പുവെച്ചു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബൽറാംപൂർ ചിനി മിൽസ്, ബന്ധൻ ബാങ്ക്, എക്സൈഡ് ഇൻഡസ്ട്രീസ്, GNFC, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഇന്ത്യ സിമന്റ്സ്, മെട്രോപോളിസ്, നാഷണൽ അലുമിനിയം, PEL, സെയിൽ, സി എന്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ്. ഇനി പതിവ് പോലെ നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 10 മണിയോടുകൂടിയാണ്. 10 മണി മുതൽ 3:30 വരെ ലൈവ് ഉണ്ടായിരിക്കും. ഇപ്പോൾ മാർക്കറ്റൊക്കെ വലിയ രീതിയിൽ ഇടിയുമ്പോൾ നമ്മുടെ ട്രേഡിംഗ് പ്ലാനിലൊക്കെ ചെറിയ മാറ്റം വരുത്തേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത് എന്നൊക്കെ കൃത്യമായി നമ്മൾ അവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതെല്ലാം ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി ഒരു പക്ഷേ നിങ്ങൾ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് ലൈവ് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുമുണ്ടെങ്കിൽ ഇവിടെ താഴെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്.
നിഫ്റ്റിയിലേക്ക് 22,272 246 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. സെൻസെക്സ് 845 പോയിന്റ്സ് ആണ് ഇടിഞ്ഞത്. ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകളും US നിന്നും പുറത്തു വന്ന ഇൻഫ്ലേഷൻ ഡാറ്റയുമാണ് നിഫ്റ്റിയിൽ ഒരു ഇടിവിന് കാരണമായത്. വലിയ നഷ്ടം രേഖപ്പെടുത്തിയത് നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ് മിഡ് ക്യാപ് സെഗ്മെന്റുകളായിരുന്നു. 1.5% മുകളിലാണ് നഷ്ടം രേഖപ്പെടുത്തിയത്. ഇതോടെ നിഫ്റ്റി പ്രധാനപ്പെട്ട മൂവിംഗ് ആവറേജുകൾക്ക് താഴെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട 20-day EMA ഉള്ള റേഞ്ചായ 22,370 താഴെയായിട്ടും കൂടാതെ 10 EMA ഉള്ള റേഞ്ചിന് താഴെയായിട്ടുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ RSI ഒരു ബിയറിഷ് ക്രോസ് ഓവർ ആണ് കാണിക്കുന്നത്. ഡെയിലി മൊമെന്റം ഇൻഡിക്കേറ്റർ ഒരു നെഗറ്റീവ് ക്രോസ് ഓവർ ആണ് കാണിക്കുന്നത്. കൂടാതെ ഇന്നലെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു എന്ന് നമുക്കറിയാം. നിഫ്റ്റിയിൽ ഒരു ഗ്യാപ്പ് ഇന്നലെ ക്രിയേറ്റ് ചെയ്ത് 22,420 മുതൽ 22,500 വരെയുള്ള ലെവലാണ്. ഈ ലെവൽ ക്രോസ് ചെയ്യുക എന്നത് ഒരു ടാസ്ക് തന്നെയായിരിക്കും. അപ്സൈഡിലേക്ക് വന്നാൽ 22,350 മുതൽ 22,370 വരെയുള്ള ലെവൽ പ്രധാനപ്പെട്ട ഒരു ലെവൽ തന്നെയാണ്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 22,200 ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുണ്ട്. കൂടാതെ 10 വീക്ക് EMA ഉള്ള 22,000 കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് ഡേ ക്യാൻഡിൽ. അപ്പർ വിക്കോട് കൂടിയ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ഒരു ഷൂട്ടിംഗ് സ്റ്റാറിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം 22,700 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 23,000 സ്ട്രൈക്കിലും അതിനുശേഷം 22,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് 22,200 സ്ട്രൈക്കിലും അതിനുശേഷം 22,000 സ്ട്രൈക്കിലും അതിനുശേഷം 22,300 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,500 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,200 ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായി 22,300 93% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ഒരു ലോങ് ബിൽഡപ്പാണ്. എന്നാൽ കോൾ സൈഡിൽ 1049% വർധനവ്, ഒരു ഹെവി ഷോർട്ട് ബിൽഡപ്പ് തന്നെയാണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. അടുത്തത് 22,250 സ്ട്രൈക്കിൽ 79% വർധനവ് കാണാം. പുട്ട് സൈഡിൽ ഒരു ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിലേക്ക് വന്നാൽ 989% വർധനവാണുള്ളത്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. അടുത്തത് 22,350 സ്ട്രൈക്കിൽ 50% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പ് തന്നെയാണ്. കോൾ സൈഡിലേക്ക് വന്നാൽ 2,639% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ കോൾ സെല്ലേഴ്സ് തന്നെയാണ് കൂടുതൽ സ്ട്രോങ് ആയി നിൽക്കുന്നത് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 47,773 791 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. 20-day മൂവിംഗ് ആവറേജ് ഉള്ള 47,443 പ്രധാനപ്പെട്ട ഒരു ലെവൽ തന്നെയാണ്. 47,500 ലെവൽ ഇന്നലെ ടെസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്സൈഡിൽ 48,500 മുതൽ 48,600 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു ലെവലാണ്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 47,400 മുതൽ 47,300 വരെയുള്ള ലെവൽ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 49,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 48,000 അതിനുശേഷം 48,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 47,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 46,000 സ്ട്രൈക്കിലും അതിനുശേഷം 47,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 48,000 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 47,500 ഇന്ത്യ വിക്സിലേക്ക് തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും ഇന്ത്യ വിക്സ് ഉയരുകയുണ്ടായി. ഇന്നലെ 12.47 8% ഉയർന്നത്. അതായത് വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും മാത്രം ഏകദേശം 11% നേട്ടമാണ് ഇന്ത്യ വിക്സ് ഉണ്ടാക്കിയത്. ഇനി എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി നമ്മൾ ഷെയർ ചെയ്യുന്ന ഇന്നത്തെ സ്വിംഗ് സ്റ്റോക്കാണ് ഗെയിൽ. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 204.20 ടാർഗറ്റ് ആയി ഫിക്സ് ചെയ്തിരുന്നത് 225 സ്റ്റോപ്പ് ലോസ് 190 മാർക്കറ്റ് ഇന്ന് കൃത്യമായി വാച്ച് ചെയ്തതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്ക്. F&O സെഗ്മെന്റിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത ധാരാളം സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നു ഇന്നലെ. ആദ്യം MCX 4000 PE ആയിരുന്നു പറഞ്ഞത്. ഏപ്രിൽ 12 എൻട്രി എടുക്കുന്നത്. എൻട്രി എടുത്ത ലെവൽ 215. ഇന്നലെ 340 വരെ അപ്പായി. ഏകദേശം നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും ഹിറ്റ് ചെയ്ത് അതിന് മുകളിലേക്ക് പോയി. ഏകദേശം 36% മുകളിൽ പ്രോഫിറ്റായി ലഭിച്ചു. അടുത്ത ഒരു F&O സ്റ്റോക്ക് സൺഫാർമയായിരുന്നു. 1600 PE ആയിരുന്നു പറഞ്ഞത്. ഏപ്രിൽ 12 53 എൻട്രി എടുക്കുന്നത്. 90 വരെ അപ്പായി. 72 ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത്. ഏകദേശം 41% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് ONGC 270 CE ആയിരുന്നു പറഞ്ഞത്. ഏപ്രിൽ 15 ഇൻട്രാഡേയിൽ തന്നെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയുണ്ടായി. 16.7 എൻട്രി എടുത്തത്. 22.5 വരെ സ്റ്റോക്ക് അപ്പായി. ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് 19.5 25% മുകളിലാണ് നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്.
മറ്റൊരു സ്റ്റോക്ക് ഏപ്രിൽ 10 എൻട്രി എടുത്ത HDFC ലൈഫ് ആയിരുന്നു. 630 PE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 15.15 29 വരെ സ്റ്റോക്ക് അപ്പായി. ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും നമുക്ക് ഹിറ്റ് ചെയ്യാനും സാധിക്കും. ഇന്നലെ സ്വിംഗ് സ്റ്റോക്കുകൾക്ക് അത്ര നല്ലൊരു ദിവസമായിരുന്നില്ല. എന്നിട്ട് കൂടി ബയർ ക്രോപ്പ് സയൻസസ് ഇന്നലെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയുണ്ടായി. ഏപ്രിൽ 12 5500 എൻട്രി എടുക്കുന്നത്. 5818 വരെ സ്റ്റോക്ക് അപ്പായി. 5800 ആയിരുന്നു നമ്മൾ ഫസ്റ്റ് ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത്. 5.4% നമുക്ക് പ്രോഫിറ്റായി ലഭിക്കുകയും ചെയ്തു. മറ്റൊരു സ്റ്റോക്ക് ഗ്രീൻവെൽ ആയിരുന്നു. ഏപ്രിൽ 10 2084 എൻട്രി എടുക്കുന്നത്. 2150 വരെ അപ്പായി. ഏകദേശം 3% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയും ചെയ്തു. ഇതുകൂടാതെ നമ്മുടെ SL ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകൾ കൂടി പറയാം. ഏപ്രിൽ 12 IEX 150 CE SL ഹിറ്റ് ചെയ്തിരുന്നു. അതിൽ നിന്നും നമ്മൾ എക്സിറ്റ് ചെയ്തു. കൂടാതെ ഏപ്രിൽ 10 നമ്മൾ പറഞ്ഞ ക്രോംപ്ടൺ 300 PE SL ഹിറ്റ് ചെയ്തു. നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത ഏതാനും സ്റ്റോക്കുകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെൻറ്റിൽ FIDA ആക്ടിവിറ്റി ഇന്നലെ 3268 കോടി രൂപയ്ക്കാണ് FIA സെല്ല് ചെയ്ത്. DIS ആവട്ടെ 4762 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. 2 ദിവസം കൊണ്ട് മാത്രം 11,000 കോടി രൂപയ്ക്കാണ് FIA സെല്ല് ചെയ്തിരിക്കുന്നത്. US മാർക്കറ്റുകൾ വീണ്ടും നഷ്ടം തുടർന്ന് US വിപണികൾ. ഡൗ ജോൺസ് 0.65% ഇടിഞ്ഞത്. നാസ്ഡാക്ക് 1.79% ഇടിഞ്ഞു ക്ലോസ് ചെയ്തു. S&P 500 1.20% ഇടിഞ്ഞുമാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് തുടർച്ചയായ 6ാമത്തെ ദിവസവും ഇടിയുകയുണ്ടായി. ബ്ലൂ ചിപ്പ് ഇൻഡെക്സ് എന്ന് അറിയപ്പെടുന്ന ഡൗ 2024 ഉണ്ടാക്കിയ എല്ലാ നേട്ടവും ഇതോടെ ഇല്ലാതാക്കി. ഇന്നലത്തെ US ഇടിവിന് 2 കാരണങ്ങളാണ്. US നിന്നും US റീറ്റെയിൽ സെയിൽസ് ഡാറ്റ പുറത്തു വന്നു. ഈ ഡാറ്റ സൂചിപ്പിക്കുന്നത് പണപ്പെരുപ്പം ശക്തമായി തുടരുന്നു. ഫെഡറൽ റിസർവ് നിരക്കുകൾ കുറയ്ക്കാൻ തയ്യാറെടുക്കുമ്പോൾ ഇൻഫ്ലേഷൻ അതിന് വിലങ്ങുതടിയായി നിൽക്കുന്നു എന്ന് കാണാം. ഇതോടെ US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 4.61 ഉയർന്നു. കൂടാതെ ഇറാൻ ഇസ്രായേൽ സംഘർഷവും ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്കൽ വിഷയങ്ങളും ഈ ഇടിവിന് കാരണങ്ങളായി. S&P 500 ബിഗ്ഗസ്റ്റ് ട്രാഗർ ആയത് ആപ്പിൾ ആയിരുന്നു. 2.19% ഇടിഞ്ഞത്. ടെസ്ല 5.6% ഇടിഞ്ഞു. 11 സെക്ടറുകളും നെഗറ്റീവിലായിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്ത്. ചൊവ്വാഴ്ച US നിന്നും റിസൾട്ട് വരുന്ന കമ്പനികൾ ബാങ്ക് ഓഫ് അമേരിക്ക, ജോൺസൺ ആൻഡ് ജോൺസൺ, മോർഗൻ സ്റ്റാൻലി എന്നീ കമ്പനികളാണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം കൂടി നോക്കാം. ടെക്സൈഡിൽ ഇൻഫോസിസ് 2.51% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തത്. വിപ്രോ 2.47% ഇടിഞ്ഞു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 2.16% ഇടിഞ്ഞു. HDFC ബാങ്ക് 0.55% ഇടിഞ്ഞത്. മേക്ക് മൈ ട്രിപ്പാണ് കൂടുതൽ നഷ്ടമുണ്ടാക്കിയത്, 3.76%. ഡോക്ടർ റെഡ്ഡി 0.35% ഇടിഞ്ഞും ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.03% നേട്ടത്തിലും, S&P 500 0.04% നേട്ടത്തിലും, നാസ്ഡാക്ക് 0.09% നേട്ടത്തിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്ത്. UK മാർക്കറ്റ് FTSE 0.38% ഇടിഞ്ഞപ്പോൾ ഫ്രാൻസ് മാർക്കറ്റ് CAC 0.43% നേട്ടമാണ് ഉണ്ടാക്കിയത്. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.54% നേട്ടവും ഉണ്ടാക്കി. സ്റ്റോക്ക് 600 ചെറിയ നേട്ടത്തോടെയാണ് ക്ലോസ് ചെയ്ത്. വലിയ ഇടിവുണ്ടാക്കിയത് ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെന്റ് ആയിരുന്നു. 1.6% അവിടെ ഇടിഞ്ഞത്. ഇനി യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സിലേക്ക് വന്നാൽ ചെറിയ ഇടിവിലാണ് ഇപ്പോൾ ഉള്ളത്. ഡാക്സ് 0.12% ഇടിവിലും, CAC 0.05% ഇടിവിലും, FTSE 0.12% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ വാരാന്ത്യത്തിൽ ഇറാന്റെ വ്യോമാക്രമണത്തോട് ഇസ്രയേൽ പ്രതികരിച്ചതോടെ വീണ്ടും ഏഷ്യ പസഫിക് വിപണികൾ ഇടിയുകയുണ്ടായി. ഇന്ന് പുറത്തുവരുന്ന പ്രധാനപ്പെട്ട ഡാറ്റകൾ ചൊവ്വാഴ്ച ചൈനയിൽ നിന്നും ഫസ്റ്റ് ക്വാർട്ടർ GDP നമ്പേഴ്സ് പുറത്തുവരും. ചൈനയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, റീറ്റെയിൽ സെയിൽസ് ഫിഗേഴ്സും ചൊവ്വാഴ്ച തന്നെയാണ് പുറത്തുവരുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകൾ. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി 22,250 ഇപ്പോൾ ഉള്ളത്. 102 പോയിന്റ്സ് ഇടിഞ്ഞാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മാർക്കറ്റിൽ ഇന്നും ഒരു 100 മുതൽ 110 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. തുടർച്ചയായ 3ാമത്തെ ദിവസമാണ് ഇത്ര വലിയ ഒരു ഹ്യൂജ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഉണ്ടാകുന്നത് എന്നുകൂടി ഓർക്കുക. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് 1.86% ഇടിവിലാണ്. തായ്വാൻ മാർക്കറ്റ് 0.71% ഇടിവിലും, കോസ്പി മാർക്കറ്റ് 1.91% ഇടിവിലും, സിംഗപ്പൂർ മാർക്കറ്റ് 0.22% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ. ഇറാന്റെ വലിയ തോതിലുള്ള വ്യോമാക്രമണത്തെ ഇസ്രായേൽ പ്രതിരോധിച്ചതിനെ തുടർന്ന് ഇന്നലെ ഓയിൽ പ്രൈസുകളിൽ ചെറിയ ഒരു ഇടിവ് കണ്ടു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $90.58 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.21% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $85.95 പെർ ബാരൽ എന്ന നിലയിൽ 0.63% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്.
ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളും നമ്മുടെ വ്യൂസുമാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഒരിക്കലും ഇത് റെക്കമെൻഡേഷൻ അല്ല എന്ന് പറയുന്നു. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.